ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാരതത്തിന്റെ കഴിവുകൾ ലോകശ്രദ്ധ നേടിയതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആലിന്റെ മാതാപിതാക്കളോട് ബഹുമാനമറിയിച്ച് പ്രധാനമന്ത്രി. 570 നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന തൃശൂരിലെ ഗ്രാമത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശം. കേരള കുംഭമേള ഓർമ്മകളുടെ ഉണർവാണെന്നും പ്രധാനമന്ത്രി. മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഇന്ന് ഉത്തർപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CASF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം സൈക്ലത്തോൺ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ICC T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാരതത്തിന്റെ അത്ഭുതകരമായ കഴിവുകൾ ലോകശ്രദ്ധ നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ ശക്തി ഭാവിയിൽ ലോകം എങ്ങനെ ഉപയോഗിക്കുമെന്നതിൽ വഴിത്തിരിവായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയെന്നും അദ്ദേഹം പറഞ്ഞു. इस समिट में दुनिया को AI के क्षेत्र में भारत की अद्भुत क्षमताएं देखने को मिली है. इस दौरान भारत ने 3 मेड इन इंडिया AI मॉडल भी लॉन्च किए. ये अपने आप में अब तक की सबसे बड़ी AI समिट रही है. മൃഗപരിപാലനം, സംസ്കാര സംരക്ഷണം എന്നിവയ്ക്ക് നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാമെന്നതിന് മാതൃകയായ 2 ഉൽപ്പന്നങ്ങൾ ഉച്ചകോടിയിൽ ശ്രദ്ധേയമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ പുരാതനമായ അറിവുകൾ ആധുനിക രീതികളിലൂടെ അറിയുന്നതിൽ ലോക നേതാക്കൾ താൽപര്യം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ നിർമ്മിതമായ 3 നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉച്ചകോടിയിൽ പുറത്തിറക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളിൽ ഒരാളായ കേരളത്തിൽ നിന്നുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആലിന്റെ മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്കതീതമാണെന്നും അവരുടെ തീരുമാനം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ബഹുമാനം നിറച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആലിൻ 5 പേർക്കാണ് അവയവദാനത്തിലൂടെ പുതുജീവനേകിയത്. ഒരു റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാം മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകളാണ്. പത്തനംതിട്ടയിൽ ഈ മാസം 5-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. കരളും വൃക്കകളും ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തതിലൂടെ 5 കുരുന്നുകൾക്ക് പുതുജീവിതം പകർന്നാണ് ആലിൻ മടങ്ങിയത്. തീവ്ര ദുഃഖത്തിനിടയിലും ആലിന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിന് കേരളം ഒന്നടങ്കം നന്ദി രേഖപ്പെടുത്തി. ഔദ്യോഗിക ബഹുമതികളോടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ നടന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അവയവദാനം രോഗികളെ സഹായിക്കുന്നതിനൊപ്പം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെയും ശക്തിപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും പ്രചോദനാത്മകമായ നേട്ടങ്ങൾ കൈവരിച്ച വിവിധ വ്യക്തികളെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഭാരതീയ ഗവർണർ ജനറൽ ആയിരുന്ന C രാജഗോപാലാചാര്യയുടെ സ്മരണയിൽ നാളെ രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് C രാജഗോപാലാചാര്യയുടെ പ്രതിമ ഇതോടനുബന്ധിച്ച് അനാച്ഛാദനം ചെയ്യും. അധികാരത്തെ സ്ഥാനമായി കാണുന്നതിനു പകരം സേവനമായി കണ്ടവരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ ലോകരാജ്യങ്ങളുടെ കായിക സംഘങ്ങളിൽ കളിക്കുന്ന ഇന്ത്യൻ വംശജരായ കളിക്കാരെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ രാജ്യങ്ങളിലെ യുവജനങ്ങൾക്ക് അവർ പ്രചോദനമായി മാറുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർ ഭക്ഷ്യ ഉൽപാദനത്തിൽ മാത്രമല്ല ഗുണനിലവാരത്തിലും മൂല്യവർദ്ധനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അദ്ദേഹം ആഹ്ലാദം രേഖപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ വയലിൽ 570 ഇനം നെല്ല് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. केरला के त्रिशूर जिले में एक गांव ऐसा है जहां एक ही खेत में 570 तरह की धान की किस्में लगाई जाती हैं. इसमें स्थानीय किस्में भी हैं, हर्बल किस्में भी हैं और दूसरे राज्यों से लाई गई प्रजातियां भी हैं. ये केवल खेती नहीं, बीजों की विरासत को बचाने का महाअभियान है.
ഒഡീഷയിലെയും കർണാടകയിലെയും ചിലയിടങ്ങളിൽ കർഷകർ നടത്തുന്ന പ്രചോദനകരമായ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളും അദ്ദേഹം പങ്കുവച്ചു. കേരളത്തിൽ തിരുനാവായയിൽ നടന്ന മഹാമാഘ മഹോത്സവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. കഴിഞ്ഞ വർഷം നടന്ന മഹാകുംഭമേളയും ഇത്തവണത്തെ കേരള കുംഭമേളയും ഓർമ്മകളുടെ ഉണർവാണെന്നും സംസ്കാരത്തിന്റെ പുനഃസ്മരണയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളെപ്പറ്റി ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബാങ്ക് ശാഖയിലൂടെയോ ഔദ്യോഗിക ആപ്പിലൂടെയോ മറ്റ് അംഗീകൃത മാധ്യമങ്ങളിലൂടെയോ മാത്രമേ KYC, re-KYC എന്നിവ ചെയ്യാവൂ എന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു. KYC या re-KYC केवल अपने बैंक की शाखा या आधिकारिक ऐप और ऑथोराइज मीडियम से ही कराए. OTP, आधार नंबर या बैंक खाते संबंधी जानकारी किसी को भी न दे और सबसे अहम बात, अपने पासवर्ड को समय समय पर जरूर बदलते रहें. പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞു. മാർക്ക് ഷീറ്റുകളിലൂടെയല്ല മൂല്യം നിർണ്ണയിക്കപ്പെടുകയെന്നും മാതാപിതാക്കളോടും അധ്യാപകരോടും നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും അദ്ദേഹം ഉപദേശം നൽകി. ഫെബ്രുവരി 24 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മവാർഷിക ദിനമാണെന്ന് അനുസ്മരിച്ച ശ്രീ മോദി ജയലളിതയ്ക്ക് ആദരമർപ്പിച്ചു. ജനങ്ങൾക്ക് റമദാൻ, ഹോളി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉത്സവവേളകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൻ കി ബാത്ത് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. മീററ്റിലെ ശതാബ്ദി നഗർ നമോ ഭാരത് സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിന് ശേഷം മീററ്റ് സൌത്ത് സ്റ്റേഷൻ വരെ അദ്ദേഹം മെട്രോ യാത്ര നടത്തും. തുടർന്ന് 12,930 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 82 കിലോമീറ്റർ ഡൽഹി മീററ്റ് നമോ ഭാരത് കോറിഡോർ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ മറ്റ് സെക്ഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം സൈക്ലത്തോൺ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. കൊച്ചി തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാന്തി സഞ്ജയ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 25 ദിവസം നീണ്ട യാത്രയിലൂടെ ഏകദേശം 6553 കിലോമീറ്റർ ദൂരമാണ് പശ്ചിമതീര പൂർവ്വതീര സൈക്ലത്തോൺ സംഘങ്ങൾ പിന്നിട്ടത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആവേശകരമായ വരവേൽപ്പാണ് സൈക്ലത്തോണിന് ലഭിച്ചത്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കി. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 68 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ പട്ടികയിൽ നിന്ന് പുറത്തായത്. 206 പേർ മാത്രം പട്ടികയിൽ നിന്ന് പുറത്തായ ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിലാകെ 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. ICC T20 ലോകകപ്പ് സൂപ്പർ 8ലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് കളി. 4 മത്സരങ്ങളും ജയിച്ച ഗ്രൂപ്പിൽ ഒന്നാമതായാണ് ഇന്ത്യ സൂപ്പർ 8ൽ ഇടം പിടിച്ചത്. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക ഇംഗ്ലണ്ടിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ഇന്ന് രാത്രി 7:30-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും യാത്രാ ക്രമീകരണങ്ങളും നിശ്ചയിച്ചു. രാത്രി 11:30 വരെ മെട്രോ പ്രത്യേക സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാരതത്തിന്റെ കഴിവുകൾ ലോക ശ്രദ്ധ നേടിയതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആലിന്റെ മാതാപിതാക്കളോട് ബഹുമാനമറിയിച്ച് പ്രധാനമന്ത്രി. 570 നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന തൃശൂരിലെ ഗ്രാമത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശം. കേരള കുംഭമേള ഓർമ്മകളുടെ ഉണർവാണെന്നും പ്രധാനമന്ത്രി. മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഇന്ന് ഉത്തർപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം സൈക്ലത്തോൺ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ICC T20 ലോകകപ്പ് സൂപ്പർ 8ൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും.
ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3-ന്.